മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇനി മിസ് പറയാൻ പോകുന്ന കാര്യം എന്റെ മക്കൾ എക്സാമിന്റെ സമയത്തും വോളിയത്തിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മാർക്ക് ഈസി ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ വ്യാപ്തം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ മക്കൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് മിസ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അധികം ഡിലേ അടുപ്പിക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇതാണ് യൂണിറ്റുകൾ. ഈ വോളിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലെല്ലാം നമുക്ക് എളുപ്പമുള്ള ചാപ്റ്റർ ആണ് അല്ലെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം ചെയ്തു കഴിഞ്ഞാൽ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കിട്ടുമെന്ന് നമുക്കറിയാം. ഈ ഒരു സാധനം മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ യൂണിറ്റുകളെയാണ്. അതായത് നമ്മൾ വോളിയം കാണുന്ന സമയത്ത് അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറയുന്നത് ഒരേ യൂണിറ്റിലായിരിക്കണം. റെഡി? അതേപോലെ തന്നെ വോളിയം എന്ന് പറയുന്നതിനെ മീറ്റർ ക്യൂബിൽ നിന്നും സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റാനും സെന്റിമീറ്റർ ക്യൂബിൽ നിന്ന് ലിറ്ററിലേക്ക് മാറ്റാനും മില്ലി ലിറ്ററിലേക്ക് മാറ്റാനും ഒക്കെ എന്റെ മക്കൾ അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയുന്നതാണ് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. റെഡി? ഇനി 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ, അതായത് നീളവും ഉയരവും വിഡ്ത്തും അല്ലെ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 1 മീറ്റർ ആണെങ്കിൽ അതിന്റെ വോളിയം എന്തായിരിക്കും? 1 മീറ്റർ ക്യൂബ് ആയിരിക്കും. 1 ഇൻറ്റു 1 ഇൻറ്റു 1 മീറ്റർ ക്യൂബ്. ഇതിനെ എങ്ങനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കും? വളരെ എളുപ്പമാണ്. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ. അപ്പോൾ 100 ഇൻറ്റു 100 ഇൻറ്റു 100 എത്രയാണ്? 10 lakh. അതായത് 2 0 2 0 2 0. ഈ 2 പൂജ്യങ്ങൾ ഇതിന്റെ എല്ലാം 2 പൂജ്യം 2 2 2 മൊത്തം 6 പൂജ്യം ഉണ്ടാവും, 6 സീറോസ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 10 lakh സെന്റിമീറ്റർ ക്യൂബ് ആണ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 10 lakh സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇതാണ് ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. മീറ്റർ ക്യൂബിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റി എഴുതാൻ എന്റെ മക്കള് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണേ, 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 മില്ലി ലിറ്റർ ആണ്. 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 മില്ലി ലിറ്റർ. വളരെ എളുപ്പമല്ലേ? നിങ്ങൾക്ക് ഇതിന് പഠിച്ചു വെക്കാൻ, ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 മില്ലി ലിറ്റർ. റെഡി? അങ്ങനെയാണെങ്കിൽ 1000 സെന്റിമീറ്റർ ക്യൂബ് എത്രയായിരിക്കും? 1000 മില്ലി ലിറ്റർ. ശരിയല്ലേ? ഇവിടെയും 1 ഇവിടെയും 1. അപ്പൊ 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ക്യൂബ് ആണ്. 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1000 മില്ലി ലിറ്റർ, 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ അല്ലേ? 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബ് അല്ലേ? 1 ലിറ്റർ എന്ന് പറയും, 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇതാണ് ഇവിടെ പഠിച്ചിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതറിയാലോ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണെന്ന് അറിയാലോ. ഇതിലാർക്കും അറിയാത്തില്ലല്ലോ. 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 500 മില്ലി ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1000 സെന്റിമീറ്റർ ക്യൂബ് എന്നും എഴുതാം. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബ്. മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൺവേർഷൻസ് പറഞ്ഞുതരാം മിസ്. ഇനി നമുക്ക് ചോദിക്കും, സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് മാറ്റുക. സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് മാറ്റാൻ ക്വസ്റ്റ്യൻ വരും. അപ്പൊ എന്താ എന്റെ മക്കള് ചെയ്യേണ്ടത്? വളരെ എളുപ്പമാണ്, ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ ഈ ചിത്രം അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലാക്കാൻ ഇൻറ്റു 1000. ലിറ്ററിനെ, അതായത് നോക്കിയേ, 2 ലിറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ക്യൂബാ? അതായത് ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി?
2നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 1000. റെഡി? അതായത് ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കാൻ ഇൻറ്റു 1000. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ നോക്കിക്കോ, 2 ലിറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ക്യൂബ് ആണ്? ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കുക, 2 ലിറ്റർ ഇസ് ഈക്വൽ ടു ഡാഷ് സെന്റിമീറ്റർ ക്യൂബ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 2ന്റെ കൂടെ ഇൻറ്റു 1000 ചെയ്താൽ മതി. സിമ്പിൾ. അങ്ങനെയാണ് മിസ് ചോദിക്കട്ടെ, 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ക്യൂബ് ആവുന്ന ആലോചിച്ച് നോക്കിയേ. 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 1000, അതായത് 5000 സെന്റിമീറ്റർ ക്യൂബ്. റെഡി? ഇനി വേറെ രീതിയിൽ ചോദിക്കാം, 6000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ്? 6000 സെന്റിമീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആണ് എന്ന് ചോദിക്കും. സെന്റിമീറ്റർ ക്യൂബിൽ നിന്ന് ലിറ്ററിലേക്ക് പോകാൻ എന്താ നമ്മൾ ചെയ്യേണ്ടേ? ഡിവൈഡഡ് ബൈ 1000. 6000 ഡിവൈഡഡ് ബൈ 1000. 3 0 പോയി, 6 ലിറ്റർ. 6000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 6 ലിറ്റർ ആണ്. സിമ്പിൾ ആണല്ലോ. അപ്പൊ നമ്മളത് പഠിച്ചു. ഇനി അതേപോലെയാണ് മീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് മാറ്റുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. മീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു 1000 ആണ്. മീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു 1000 ആണ്. അതായത് ഇവിടെ നോക്കിയോ, 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ, 1 മീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു 1000 ആണ്. അതായത് 5 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ഡാഷ് ലിറ്റർ ആണ്. മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 5 × 1000 ചെയ്യണം. 5000 ലിറ്റർ. ക്ലിയർ? മീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 1000. പക്ഷേ സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 1000 ആണ്. സെന്റിമീറ്റർ ചെറുതല്ലേ, ചെറുതിനെ ലിറ്ററിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 1000. മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ വലുതല്ലേ, അതിന് ലിറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 1000. ഓക്കെ? തിരിച്ച് ലിറ്ററിൽ നിന്ന് മീറ്റർ ക്യൂബ് ആകാൻ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 1000. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ വീഡിയോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു സാധനം അറിയാതെ നമ്മൾ എക്സാമിന് പോവുകയാണെങ്കിൽ നമ്മുടെ മാർക്ക് ഈസി ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ എന്ത് ചെയ്യുക? 2-3 പ്രാവശ്യം ഇത് കണ്ട് തറവാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എക്സാമിൽ പോയിക്കോ. ഉറപ്പായിട്ടും മുകളിൽ നിന്നുള്ള ചാപ്റ്റർ എന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ? അപ്പൊ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.